സയാനെ നമ്മൾ ഈ എപ്പിസോഡ് ചെയ്യുമ്പോൾ ഓഡിയോ ലിസണേഴ്സിന് വേണ്ടി ഞാൻ പറയാണ്, ഞാനിവിടെ ഒരു ബ്ലൂ ഹൂഡിയും ഒരു കറുത്ത തുണിയൊക്കെയാണ് അതെ, ഡാബ്സി സ്റ്റൈൽ. ഈ മണവാളൻ തക്കിന്റെ മ്യൂസിക് വീഡിയോയില് ഡാബ്സി ഒരു മഞ്ഞ ഡ്രൂ ഹൗസ്, ജസ്റ്റിൻ ബീബറിന്റെ ബ്രാൻഡായ ഡ്രൂ ഹൗസിന്റെ ഒരു ഹുഡിയും അതുപോലെ തുണിയൊക്കെ എടുത്തിട്ടാണ് മുണ്ട്. അതെ, ഞാന് തുണി ഒരു വളരെ കംഫർട്ടബിൾ ആൻഡ് മോസ്റ്റ് വെർസറ്റൈൽ ക്ലോത്തിങ് മെറ്റീരിയൽ ആയിട്ടാണ് കാണുന്നത്. അതായത് എന്താന്ന് വെച്ചാൽ, ഞാൻ എപ്പോ നാട്ടിലൊക്കെ ഒരു ട്രിപ്പിന് പോവാണെങ്കിൽ ഒരു തുണി ഞാൻ മടക്കി അതിൽ വെക്കും. വൈ എന്ന് വെച്ചാൽ, ഒന്ന് നമ്മളിപ്പോ കാറിൽ വളരെ ലോങ് യാത്ര ഒക്കെ ആണെങ്കിൽ ഷോർട്സ് ഇടാണെങ്കിൽ ഓക്കെ നൈസാ. അതേപോലെ പാന്റ് ആണെങ്കിലും ജീനൊക്കെ കുറച്ച് നമുക്ക് അൺകംഫർട്ടബിൾ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഒരു സ്റ്റോപ്പ് ബോയ് ഒക്കെ കിട്ടുമ്പോ ട്രങ്കിന്ന് സാധനം അങ്ങോട്ട് ഇറക്കും. എന്നിട്ട് തുണി അങ്ങ് എടുത്തിട്ട് ഞാൻ പിന്നെ ബാക്കി ട്രാവലിംഗ് ഒക്കെ തുണിയിലാ ചെയ്യാ. അതൊന്ന്. രണ്ടാമത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഷോർട്സ് ഒക്കെ ഇട്ടാണ് പോകുന്നത്, അല്ല നമ്മൾ ട്രാവൽ ചെയ്യാണ്, പല രീതിയിൽ നമ്മുടെ ഡ്രസ്സിൽ അല്പം ഇങ്ങനെ അശുദ്ധമായ പലതും നമ്മുടെ ഡ്രസ്സിൽ വന്ന് ചേർന്നേക്കാം. ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ പല സ്ഥലത്ത് പോകുന്നു, പല സ്ഥലത്ത് ഇരിക്കുന്നു, ചളിയാവുന്നു. അശുദ്ധമായ പല സാധനങ്ങളും ഞാൻ ലൈല മാമിനെ ഇംപ്രസ് ചെയ്യാനുള്ള ഒരു പോഡ്കാസ്റ്റ് കേൾക്കാറില്ല ഇപ്പൊ. അപ്പൊ അതൊന്ന്. അപ്പൊ നമുക്ക് ഇങ്ങനെ പോണ ടൈമിൽ പെട്ടെന്ന് നിസ്കരിക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തുണി എടുക്കുക. അത് രണ്ടാമത്തെ. മൂന്നാമത്തെ എന്താന്ന് വെച്ചാല്, നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യാണ്. ട്രാവൽ ചെയ്യുമ്പോ ഇപ്പൊ ചില സ്ഥലത്തൊക്കെ ഭയങ്കര തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ തുണി എടുക്കുക. ഭയങ്കര വ്യത്യാസം. നാലാമത്തത്, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോ പല രീതിയിലുള്ള സർക്കംസ്റ്റൻസും ഇതൊക്കെ ആയിരിക്കും. ചിലപ്പോ ഉറങ്ങണമെന്ന് എവിടെ എന്താ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വിരിക്കുക. അങ്ങനെ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ് യാത്രയിൽ. തുണി കൊണ്ട് വന്ന ഉപകാരങ്ങളാണ്. അപ്പൊ തുണി എനിക്ക് വളരെ വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു സംഭവം തോന്നുന്നു.